വയ്യെങ്കിൽ വഞ്ചി കുത്താൻ വരണ്ടായിരുന്നു. അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വേണ്ടവരെ ആര് കൊണ്ടുവരാനാ ടീച്ചറെ? എന്ന് കരുതി പുഴയുടെ ഒടിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ രാമേട്ട? ഈയിടെ കേൾക്കുന്നതെല്ലാം വെള്ളത്തിൽ വെച്ചുള്ള മരണങ്ങളാ. ഇവിടെ ഒന്നും സംഭവിക്കില്ല മാഷേ. ഇവിടെ മുമ്പൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അതിൽ എൻ്റെ നളനീനെ ഈ കനാലങ്ങ് എടുത്തോണ്ട് പോയി. അങ്ങനെ എൻ്റെ മോൾക്ക് അമ്പയില്ലാണ്ടായി. അതിനേക്കാൾ വലിയൊരു അപകടം ഇനി എന്തുണ്ടാകാനാ മാഷേ? അയ്യോ, ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാവില്ല മാഷേ. മാഷ്ക്കറിയോ, ഇത് 10ാമത്തെ പക്കവാ. അയ്യോ, നെഞ്ചുകൂട് തകരുന്ന വേദനയാണല്ലോ മാഷേ. അയ്യോ വീണേ വീണേ, അയ്യോ വീണേ 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 വീണേ, അമ്മേ. അച്ഛാ അച്ഛാ, അച്ഛൻ എന്താ പറ്റിയത്? മയങ്കി തോണിപ്പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ. അച്ഛൻ എന്താ അച്ഛാ? എനിക്കൊന്നുമില്ല എൻ്റെ മോളെ. അയ്യോ, ഒന്ന് കിടന്നാ മാറണ സൂക്കടേ ഉള്ളൂ. എൻ്റെ മോള് വിഷമിക്കണ്ട. ഞാനൊന്ന് നീണ്ടു വെറുതെ കിടക്കട്ടെ, ഒക്കെ മാറും. എൻ്റെ ഭഗവതി മാറ്റിത്തരും. എൻ്റെ മോള് പേടിക്കണ്ട. പനി ഉണ്ടെന്നാ തോന്നുന്നേ. കൂടുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഷിനോട് പറയാൻ മടിക്കരുത് കേട്ടോ. ഇല്ലെന്നേ, എനിക്കൊരു കുഴപ്പമില്ല മാഷേ. നിങ്ങൾ പോയിക്കൊള്ളി. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ വീണ. രാമേട്ടനല്ലേ എന്നും ഞങ്ങളെ അക്കരെ എത്തിക്കുന്നത്. ഇന്നിനി വഞ്ചി കുത്താനൊന്നും പോകണ്ട, വീണയും പോകണ്ട. അച്ഛൻ്റെ അടുത്തിരുന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്ക്. ശരി മാഷേ. എന്നാ ഞങ്ങൾ വരട്ടെ വീണേ. രാമേട്ടാ പോയ്, വഞ്ചിയുമായി വാ രാമേട്ടാ പോയ്. എന്താ ചെയ്യ, അതാ മെമ്പറാന്നാ തോന്നണേ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഞാനെന്താ ചെയ്യ? പഞ്ചായത്തിൽ നിന്ന് കായ് തരുമ്പോൾ ആ പഞ്ചായത്ത് മെമ്പറെ ഇക്കരെ എത്തിച്ചില്ലെങ്കിൽ പുലിവാലാകില്ലേ മോളെ? അയ്യോ അച്ഛാ, ഞാൻ അവരെ പോയി കൊണ്ടുവരാം. അച്ഛന് തനിച്ചിരിക്കാൻ പറ്റില്ല എവിടെ? അതിനിപ്പോ നടക്കൂ. മോൾ അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് പോയിക്കോ. തുഴക്കോല് വള്ളത്തിൽ തന്നെയുണ്ട്. അക്കരെ പോയി മെമ്പറെ കൊണ്ടുവന്നിട്ട് വള്ളം കുറ്റി കെട്ടിട്ട് വരാവൂ. മലവെള്ളം വന്ന് പുഴ നിറഞ്ഞ വജ്ജിട്ട് പാട്ടിന് പോവേ. എന്നാ ഞാൻ വേഗം വരാച്ചാ. ശരി. അയ്യോ, എൻ്റെ ഭഗവതി, ഈ ഉള്ളവൻ്റെ കാലം കഴിഞ്ഞ എൻ്റെ മോക്ക് പിന്നെ ആരാ ഉള്ളത്? എൻ്റെ പെണ്ണിനെ കൊണ്ടുപോയി കലാലേ, നീ എന്നെ കൊണ്ടുപോകാനാണോ? എൻ്റെ മോക്ക് ആരും ഇല്ലാത്തതാണ്. ഇന്നെന്താടി വഞ്ചി കുത്താൻ അച്ഛനില്ലാഞ്ഞേ? അച്ഛൻ പാടില്ലാണ്ടിരിക്കുക. ഇയാൾക്ക് എങ്ങനെ സൂക്കേടാ? ഞങ്ങനെ എങ്ങനെ അക്കർക്ക് പോവും? പിന്നെ വിമാനത്തിൽ പോവേണ്ടി വരും. നീ ഇവിടെ ഉണ്ടായിരുന്നാ? നീ കാണടാ, ഷടാന്ന് ഇവിടെ ഒരു പാലം വരണത്. കുറെ കാലമായി മെമ്പർ പറയാൻ തുടങ്ങിയിട്ട് വരുന്നു. എന്നാ പാലം മാത്രം പൊന്തണില്ല. ഇത് കേസ് വേറെയാ. ഈ കാണടാ, അരിക്കുണ്ടായ തോണി അപകടം നീ പത്രത്തിലും ടിവിയിലും കണ്ടതല്ലേ? അന്ന് സർക്കാർ എടുത്ത തീരുമാനമാ പിള്ളേരെ തോണിയിൽ പഠിക്കാൻ പോണ പുഴയിലൊക്കെ പാലം വരുന്ന്. ഓ അങ്ങനെ. എവിടെയെങ്കിലും അപകടം കൊണ്ടേ ആൾക്കാരുടെ കണ്ണടഞ്ഞാലേ ഈ ഭരിക്കുന്നവരുടെ കണ്ണ് തുറക്കുള്ളോ?
അതൊന്നും നീ അമ്മോട് ചോദിക്കണ്ട. ഇവിടെ ഭരിക്കണതേ നമ്മുടെ സർക്കാരിനല്ല. ചുണ്ടിലും മീനൊന്നും കൊത്തിയില്ലേ? നമ്മുടെ സർക്കാരൊന്നും കേറാത്തോണ്ട് മീനൊന്നും കൊത്തണില്ല. രാവിലെ മുതൽ ചൂണ്ടിയിട്ടിട്ട് കിട്ടിയത് ഒരു മീനാ. ഇത് കണ്ട പെടക്കണ മുതല്. ഇത് വലിയ പേരുത്ത മീനാണല്ലോടാ. ഇത് കൊടുക്കണ? കൊടുക്കാൻ തന്നെ രൂപ 250 തരണം. 250 രൂപയോ? ഇതിനെ കണ്ട സ്വർണ്ണമാണോടാ? ഇങ്ങക്ക് ഇത് കാണാനുള്ള യോഗയുള്ളൂ. തിന്നണമെങ്കിൽ 10 രൂപയുടെ ചാള വാങ്ങിക്കേണ്ടി വരും. മെമ്പർ ചെല്ല്, അക്കരെ ചെന്നാൽ നല്ല തലച്ചീഞ്ഞ മത്തി കിട്ടും. മീൻ കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചനാ അവന്റെ വായിലെ പീരങ്കി പ്രയോഗം. മോളെ വീണേ, എന്റെ എല്ലാമായ പഞ്ചായത്ത് മെമ്പറാ. പുഴയുടെ നടുക്കത്ത് വെച്ച് മറിച്ചിടല്ലേ. താൻ തന്റെ കാര്യം നോക്കിയാ മതി, ഇത് ഞാൻ നോക്കിക്കോളാം. അത് എന്റെയും പ്രിയപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഡേ. നീ ഒരു വീണ മോളായതുകൊണ്ടാ നിന്നോട് പറഞ്ഞത് മെമ്പറെ വീഴ്ത്തരുതെന്ന്. ആ ചക്കര മോൾക്കൊരു ശല്യമാണെങ്കിൽ ഒരു പെറ്റീഷൻ തന്നാ മതി. അവന്റെ കാര്യം ഞാനായിട്ട്. അങ്ങനെ ഒന്നുമില്ലെന്നേ, ചക്കരയുടെ കുറെ സംസാരിക്കുന്നുള്ളൂ. പേരിലെ ചക്കര ശരത്തുണ്ടാവണമെന്നില്ല. നീ ഓർക്കണം, നീ വലിയ പെണ്ണായി. എന്നാ ഞാൻ പോട്ടെ, അച്ഛന് വയ്യാണ്ടിരിക്കുക. ഏയ് നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പൊള്ളണ ചൂടാണല്ലോ. അച്ഛന് ഞാനൊരു ചുക്ക് കാപ്പി എടുക്കാം. രാമേനോട് ഒരു കാര്യം പറയാനാ ഞാൻ പോന്നത്. കേൾക്കുമ്പോ നിങ്ങക്ക് വിഷമമുണ്ടോന്നറിയാം. പക്ഷേ ഈ പഞ്ചായത്തിലെ മെമ്പർ എന്ന നിലക്ക് പഞ്ചായത്ത് എന്നെയാണ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് പണിയാ മെമ്പറേ? നിങ്ങളിരിക്കുന്ന സ്ഥലം പഞ്ചായത്തിനേതാണെന്ന് അറിയാമല്ലോ. ഇവിടെയാണ് പാലം പണിയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവായി തരണം. എന്റെ കാവിലെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ? ഈ കടവിലൊരു പാലം വരുന്നു. പാലം വന്നാ പിന്നെ കടത്തും വേണ്ടല്ലോ. കടത്തില്ലാതെ എങ്ങനെ ജീവിക്കുക? മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാ ഇവിടെ ഇങ്ങനെ ഒരു പാലം വരുന്നത്. ഇതേത് മന്ത്രിയാ ഞങ്ങൾ കുടിക്കണ കൊഞ്ഞിൽ പുഴിടാൻ വരണേ? നിങ്ങൾ പേടിക്കണ പോലല്ലാന്ന്. കാലങ്ങളായി ഇവിടെ താമസിച്ച് കടത്തുവേല ചെയ്ത് ജനങ്ങളെ സേവിക്കുന്ന നിങ്ങൾക്ക് പഞ്ചായത്ത് 5 സെന്റ് സ്ഥലവും പുരയും കെട്ടിത്തരും. എവിടെയാ ഞങ്ങൾക്കുള്ള സ്ഥലം? അത് പിന്നെ നിങ്ങൾ ഒട്ടും ബേജാറാവണ്ടേന്ന്. നമ്മുടെ പഞ്ചായത്തൊക്കെ ശ്മശാനില്ലേ, അതിന്റെ അടുത്ത് തന്നെയാ അനുഭവിച്ചിട്ടുള്ളത്. എന്നെ എന്റെ മോളെ ജീവനോടനെ ആ ചുടുകാട്ടിൽ തള്ളാനാ പഞ്ചായത്തിന് തീരുമാനല്ലേ? ഞങ്ങൾ പോയിക്കൊള്ളാം മെമ്പറേ, പോയിക്കൊള്ളാം. പക്ഷേ ആ ചുടുകാട്ടിലേക്കല്ല, ദാ ഈ പുഴയിലേക്ക്, എന്റെ നള്ളിനെ കൊണ്ടുപോയ ഈ കനാലിലേക്ക്. ഞങ്ങള് രണ്ടുപേരെയും ഈ കനാലിലിട്ട് തൂർക്കാൻ പറ പഞ്ചായത്തുകാരോട്. പിന്നെ പാലം വേണ്ടല്ലോ. അയ്യോ അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. രാമേട്ടാ, രാമേട്ടാ. അയ്യോ, നമ്മൾ എന്തായി കാണുന്നത്? വീണമോളെ, നിന്റെ അച്ഛൻ.
ഈ ദുഃഖഭൂമിയിൽ എന്നെ തനിച്ചാക്കി എന്തിനെന്നച്ഛനെ കൊണ്ടുപോയി. പാലം വരുമ്പോൾ പുതുറോഡ് വരുമ്പോൾ നെഞ്ചു പിളരുന്നവർ തൻ ദുഃഖമാരറിയാൻ അക്കരെ ഇക്കരെ ചേർക്കുന്ന പാലത്തിൽ അസ്ഥിവാരക്കല്ലായതെൻ്റെ അച്ഛൻ. അക്കരെ ഇക്കരെ ചേർക്കുന്ന പാലത്തിൽ അസ്ഥിവാരക്കല്ലായതെൻ്റെ അച്ഛൻ. മോളിങ്ങനെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. പോണ്ടോര് പോയി. നാളെ പഞ്ചായത്തുകാർ കുടിൽ പൊളിച്ചെടുക്കാൻ വരും. എന്നാലും എൻ്റെ അളിയന് പാലത്തിൻ്റെ ഇടയിൽ കിടക്കാനാണല്ലോ യോഗം. ഈ അമ്മാവൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഒരു രാജകുമാരിയാക്കാം. കള്ളുഷാപ്പിലെ രാജകുമാരി ആയിരിക്കും. ആ, കള്ള് ഷാപ്പ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. അവനും അതാണ് ഇഷ്ടം. അവൻ ഓസിക്ക് കള്ളുടിക്കാലോ. ഞാൻ വരുന്നില്ല. അമ്മാവൻ ചെല്ല്. രാവിലെ തന്നെ കള്ളും കുടിച്ച് വന്നിട്ട് ഞാൻ ബഹളം വയ്ക്കും. ആൾക്കാർ കൂടിയാ പിന്നെ ഇതാവില്ല സ്ഥിതി. എനിക്കറിയാടി. നീ എന്നോട് പോകാൻ പറയുന്നതേ ആ മെമ്പർ റസിയെ കണ്ടിട്ടല്ലേ? ദേ അവര് നിന്നെ എന്താ ചെയ്യാമോന്ന് എനിക്കറിയാം. നീ അനുഭവിക്കോടി. ബന്ധുവായ അമ്മാവനെ ധിക്കരിച്ചതിൽ നീ അനുഭവിക്കോടി. നീ അനുഭവിക്കോടി. എനിക്ക് ആരുമില്ല. ഞാൻ ആ മെമ്പറെ കൂടെ പോവുക. അച്ഛൻ മരിച്ചപ്പോ എല്ലാം നോക്കി നടത്താൻ ആ മെമ്പർ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളെ വരാ പെടക്കണമേ പെടക്കണമേ. വീണ എവിടേക്കാ കൊണ്ടുപോകുന്നേ? നമ്മുടെ കൂടിയിലേക്ക്. എന്താ? ഈ നമ്മളാ ഇവളെ രക്ഷിതാവ്. രക്ഷിതാവാകുന്നെല്ലാം കൊള്ളാം, പക്ഷെ ശിക്ഷിതാവാകരുത്. ചക്കരേട്ടാ, ഒരു ചക്കരേട്ടൻ. വഴിമാറാ. ഞാനായിട്ട് തടയുന്നില്ല, പക്ഷെ ഞാൻ എവിടെയൊക്കെ ഉണ്ടാവും പറഞ്ഞേക്കാം. ഇത് നോക്കിയേ. ഞമ്മക്ക് വേണ്ട. തോണിയിൽ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന നല്ല പടം ഉണ്ടായിരുന്നു. അതാ പത്രക്കാരൻ കൊടുത്തില്ല. നമ്മ നന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. അതെനിക്ക് മനസ്സിലായി. ഈ പാലം ഒന്ന് വന്നാ ഈ മെമ്പർ ഇനി ആരാ? മെമ്പറുടെ മെഡിക്കൽ ഷോപ്പിലെ കച്ചവടം അങ്ങോട്ട് ഇരട്ടിക്കല്ലേ. ആശുപത്രി രോഗികളും സ്കൂളിൽ പിള്ളേരും കൂടും. ആറാട്ടുകട ഒന്ന് വികസിച്ച് തന്നെ. നമ്മളെ ആറാട്ടുകടയിൽ വാങ്ങിച്ച സ്ഥലങ്ങള് വാങ്ങിയതിനേക്കാൾ 3 ഇരട്ടി വിലയ്ക്കാ ആൾക്കാർ ചോദിക്കുന്നത്. പാലം വരുന്ന വഴിക്ക് വീട്ടുജോലിക്ക് വേണ്ടി ഒരു വേലക്കാരിയെ ഒപ്പിച്ചെടുത്തെന്ന് കേട്ടല്ലോ മെമ്പറെ. വല്ലതും നടക്കുമോ മെമ്പറെ? ഇതൊന്ന് പേടിക്കാണ്ടിരിക്കടാ. നമുക്ക് നോക്കാന്നേ. ഓൾക്ക് പഠിക്കണോന്ന്. നമ്മളുണ്ടോ ഇവിടുന്ന്? പഠിച്ചവരെക്കാൾ ഡിമാൻഡ് പഠിക്കാത്തവർക്കാ. അവളെ പഠിക്കാൻ വിട്ടാലേ കൂട് തുറന്നു വിട്ട കിളിയെ പോലെ ആവും. പിന്നെ പറന്നങ്ങ് പോവും. പറഞ്ഞേക്കാം. എന്റെ സെക്രട്ടറി, ഞാനുണ്ടോ വിടുന്നു? നമ്മളവളെ കൂട്ടിട്ടൊന്ന് മെരുക്കട്ടെ. കുറേ കാലമായി ഞാൻ നോട്ടമിട്ടിരിക്കുന്ന പഞ്ചാര പൈങ്കിളിയാ. അവൾ എന്തായാലും എത്തേണ്ട അടുത്ത് തന്നെ എത്തി. നാളത്തെ പാർട്ടി മീറ്റിങ്ങിന് റസി എന്തായാലും വരണം. പിന്നെ മീറ്റിങ്ങിന് ഇങ്ങനെ വരാതായാൽ
അടുത്ത പ്രാവശ്യം പഞ്ചായത്തിൽ മത്സരിക്കേണ്ടി വരില്ല. അണികളില്ലാത്ത കേരളത്തിൽ മാത്രമുള്ള ഈർക്കിളി പാർട്ടിയാണ് നമ്മുടേത്. നമ്മൾ വരൂന്നേ, ഇന്ന് ബേജാറാണ്ടിരി. ആ പാലമഴയുടെ തിരക്ക് കാരണം ഞാൻ വരാണ്ടിരുന്നത്. ആ സന്തോഷിരി, ഞാൻ ചായ എടുക്കാം. അയ്യോ അയ്യോ ഓടി വരണേ. ആരാ ആരാ? അയ്യോ അയ്യോ ഓടി വരണേ. അയ്യോ 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 എൻ്റെ അമ്മേ, ഓടി വരണേ. ആ എന്നെ തല്ലല്ലേ. എന്നെ തല്ലല്ലേ. പഠിപ്പിക്കാൻ വേണ്ടി എന്നെ തല്ലല്ലേ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഓടി വരണേ. അയ്യോ വീണമോളുടെ കരച്ചിലല്ല കേക്കണത്. അയ്യോ നിന്നെ ഞാൻ കൊല്ലൂടി. എന്താ ഓളെന്താ മോളെ കാണിച്ചേ? അവരെന്നെ കൊല്ലും ചങ്ങരേട്ടാ. കൊല്ലിയോ? ആർക്ക് ഞാൻ അവളെ? നീ പേടിക്കണ്ട, ഒരു മെമ്പർ എന്റെ കയ്യിൽ കിട്ടട്ടെ. നീ ഇവിടെ നിൽക്കണ്ട, ഓടി രക്ഷപ്പെട്ട. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഒരുമിട്ടോള്. ഞങ്ങൾ പോയിക്കൊള്ളാം മെമ്പറേ, പോയിക്കൊള്ളാം. പക്ഷേ ആ ചുടുകാട്ടിലേക്കല്ല, ദാ ഈ പുഴയിലേക്ക്. ഒരു പഠിപ്പുകാർ വന്നിരിക്കുന്നു. മര്യാദക്ക് നമ്മ പറഞ്ഞോടെ കേട്ട് കഴിഞ്ഞോ? ഇവിടെ പലരും വരും. അവരൊക്കെ പിണക്കാണ് നിന്റെ ഭാവം എങ്കിലും ഇനി ഞമ്മള് അച്ഛനല്ലേ വിളിക്കുന്നു. വാ മോളെ, വാ. വീണമോളെ, എന്താ എന്താ മോളെ, എന്താ നീ കാണിക്കുന്നേ? ചക്കര വന്ന് പറഞ്ഞപ്പോഴാ വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ വളരെയധികം കറങ്ങി. അപ്പോഴാ നീ പണി ചെയ്യുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എന്താ എന്താ എന്റെ മോൾക്ക് പറ്റിയത്? അത് നീ ഞങ്ങളുടെ കൂടെ വന്നോളൂ മോളെ. ഞങ്ങൾക്ക് എന്തായാലും 2 ആൺകുട്ടികളാ, ഒരു പെൺകുട്ടി കൂടി നല്ലതാ. ഞങ്ങളിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മോളെ. ഇപ്പോഴാ നമ്മുടെ കാറ് ഫുള്ളായത്. ശരിയാ, മുന്നിൽ 2ഉം പിറകിൽ 3ഉം. പണ്ടത്തേക്കാൾ സന്തോഷം ഇപ്പോഴാ, വീണമോൾ വന്നതുകൊണ്ട്. പാലം പണി കഴിഞ്ഞാൽ പിന്നെ കാറിന് കുറച്ചു ദൂരം ഓടിയാൽ മതി. പിന്നെ നമ്മൾ പാലത്തിന്റെ മുകളിലൂടെയാ പോക അല്ലേച്ചാ? അതെ മോനെ, പാലം പണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ പഠിപ്പും തീരും.
മോളെ, എൻ്റെ മോൾ പഠിച്ചത് മതി. ഈ തുറയില് മോളെ വെട്ടിക്കാൻ ആരുമില്ല. അച്ഛനതറിയാം. എന്തായാലും എൻ്റെ മോൾ എത്തേൻ്റെ അടുത്ത് തന്നെ എത്തി. അച്ഛന് സന്തോഷമായി. ആ എഞ്ചിനീയറോടൊന്ന് ചോദിക്കാം. മാഡം പറഞ്ഞ സമയത്ത് തന്നെ പണി തീരുമോ? ആ തീരും. മരിച്ചുപോയ നമ്മുടെ തോണിക്കാരൻ രാമൻ്റെ കുടിലിൻ്റെ മുകളിലാണ് പാലത്തിൻ്റെ ഒരറ്റ. അത് ശരിയാ, അങ്ങനെ തോന്നും. പാവം ചത്തുപോയില്ലേ. അയാളുടെ മോള് വീണ, അവൾ മിടിക്കുക. അവളുടെ മിടുക്ക് കാരണം എനിക്ക് 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. വീണമോളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവർകളെ ക്ഷണിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 3 വിദ്യാർത്ഥികൾക്ക് മാത്രമേ VSSC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും A+ കിട്ടിയിട്ടുള്ളൂ. അതിലൊരെണ്ണം നമ്മുടെ ഈ സ്ഥാപനത്തിലെ മിടുക്കിയായ വീണമോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത് ഈ സ്ഥാപനത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുന്നു. വീണമോൾക്ക് ആദ്യമായി സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഉടനെ ഇങ്ങനെയൊരു അനുമോദന യോഗം സംഘടിപ്പിക്കാനുണ്ടായ കാരണം. വിപുലമായ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ കൊടുക്കുന്ന സമ്മാനം വാങ്ങിക്കാനായി വീണമോളെ സാദരം ക്ഷണിക്കുന്നു. ഇതെല്ലാം എനിക്ക് മെറിറ്റ് കിട്ടിയ സമ്മാനങ്ങളാ. എന്താ ഇത്? മോളിങ്ങനെ സമ്മാനങ്ങൾ വാരിക്കോരി കൊണ്ടുവന്നാൽ അച്ഛന് കുടി പൊളിച്ചു പണിയേണ്ടി വരുമല്ലോ. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപക ദമ്പതിമാരായ പ്രതാപൻ മാസ്റ്ററെയും ദേവി ടീച്ചറെയും ഞാൻ ക്ഷണിക്കുകയാണ്. അവരാണ് വീണമോളെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷപ്പെടുത്തി വീണമോൾക്കൊരു പുതുജീവിതം നൽകിയത്. അതുകൊണ്ട് അവരെയും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അനുമോദിച്ചുകൊള്ളുന്നു.